CPM-ലേക്ക് പോകുന്നുവെന്ന വാർത്തകളോട് പ്രതികരിക്കുന്നില്ല എന്ന് ശശി തരൂർ. വിവാദം വാർത്തകളിലൂടെ ആണ് അറിഞ്ഞത്. ചർച്ച നടത്തിയെന്ന വാർത്ത വരുമ്പോൾ വിമാനത്തിലായിരുന്നുവെന്നും തരൂർ ദുബൈയിൽ പറഞ്ഞു. ഷിനോജ് ശംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷിനോജ്, നേരത്തെ LDF കൺവീനർ പറഞ്ഞത് തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നായിരുന്നു. ഇപ്പോൾ ആ വാർത്തകളോട് പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറാവുന്നില്ല. പക്ഷേ ആ വാർത്ത തള്ളിയില്ല എന്നുമല്ലേ മനസ്സിലാക്കേണ്ടത്? അലീഷ, ദുബൈയിൽ എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുക്കാനാണ് ശശി തരൂർ എത്തിയത്. അപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ ഈ മേളയിൽ തന്നെ ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങളോട് അതിഥികൾ സംസാരിക്കാൻ പാടില്ല എന്നൊരു നിയന്ത്രണം എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനിടയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വ്യക്തിപരമായി സമീപിക്കുകയായിരുന്നു. ഇത്തരമൊരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. വിദേശത്ത് നിന്ന് അത്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. തന്നെയുമല്ല, ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ താൻ ഒരു വിമാനയാത്രയിലായിരുന്നു. ഈ വാർത്തയിൽ നിന്നാണ് ഇത്തരമൊരു വിവാദം നടക്കുന്നുണ്ട്, താൻ CPM-ലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു വിവരം താൻ അറിയുന്നത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരമൊരു നീക്കം നടക്കുന്നതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തായാലും 2 ദിവസം അദ്ദേഹം ദുബൈയിലാണ് ഉള്ളത്. ദുബൈയിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. അടുത്ത ദിവസങ്ങളിലും അദ്ദേഹത്തിന് പൊതുപരിപാടികളുണ്ട്. അപ്പോഴും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു നിലപാട് മിക്കവാറും ശശി തരൂർ വ്യക്തമാക്കുക എന്നാണ് നിലവിലെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അലീഷ, CPM-ലേക്ക് പോകുന്നുവെന്ന വാർത്തകളോട് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. ഷിനോജ് ശംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.